2026 എഞ്ചിനീയറിംഗ് അഡ്മിഷനുള്ള കീമിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സ്റ്റുഡന്റ് ലോഗിൻ ചെയ്തതിനു ശേഷം നമുക്ക് അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള എല്ലാവരും ജൂലൈ 9നും ജൂലൈ 12 4 മണിക്കുള്ളിൽ സിഇക്ക് പറഞ്ഞിട്ടുള്ള നിശ്ചിത ഫീസ് അടയ്ക്കേണ്ടതാണ്. അത് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി ചലാനായിട്ട് നമുക്ക് അടയ്ക്കാം. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ അലോട്ട്മെന്റ് മെമ്മോയും ഫീസ് അടച്ചിട്ടുള്ള റെസീപ്റ്റും അതുപോലെ തന്നെ സ്റ്റുഡന്റ് ഡാറ്റ ഷീറ്റും പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കണം. അത് അഡ്മിഷൻ സമയത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് 3 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് ഈ ഒരു അലോട്ട്മെന്റ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവുക. ഒന്ന്, നമ്മൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിച്ച കുട്ടികൾ. അവര് ഓൾറെഡി ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ അഡ്മിഷൻ അവർക്ക് ഓക്കെ എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞു. പിന്നെ ഫിസിക്കലി പോയി നമ്മൾ കോളേജിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ഹാജരായാൽ മതി. സെക്കൻഡ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ ഒരു 15th കോളേജ് ആയിരിക്കും നമുക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് ആ കോളേജ് അല്ല താല്പര്യം, അതിനേക്കാളും കുറച്ചുകൂടെ മുകളിൽ നമ്മൾ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കോളേജാണ് താല്പര്യമെങ്കിലും നമ്മൾ ഫീസ് ഉറപ്പായിട്ടും അടച്ചിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ആ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായി പോകും. അതായത് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഫീസ് കൃത്യമായിട്ട് ഇപ്പൊ തന്നെ ഈ 12-ാം തീയതിയുടെ ഉള്ളിൽ അടച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിനും തേർഡ് അലോട്ട്മെന്റിനും പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിൽ അവർക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല എന്ന് വെക്കൂ. അതിനർത്ഥം അവർക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടാമെന്നാണ്. അപ്പൊ അവരിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ജമ്പിൾ ചെയ്യാനുള്ള ഒരു അവസരം വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഓപ്ഷൻസ് ജമ്പിൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ പങ്കെടുക്കാം. പങ്കെടുത്തതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളും ഫീസ് അടച്ചതിന് ശേഷം ഫിസിക്കലി ഹാജരാവേണ്ടത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഫീസ് അടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂലൈ 12 4 മണി വരെയാണ് നമുക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കുക.